വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് കുറച്ചധികം നാളിന് ശേഷമാണെന്ന് എനിക്കറിയാം. ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും റെഗുലറായിട്ട് ഇപ്പോൾ ഇടുന്നില്ല. കാരണം വേറെ നല്ല ചെറുതായിട്ടൊരു മടിയും കാര്യങ്ങളൊക്കെ പിടിച്ചുപോയി. അപ്പം ഇനി തൊട്ട് നമ്മൾ എന്തായാലും റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് നാളിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിൽ നിറച്ചിങ്ങനെ കുരുക്കളും കാര്യങ്ങളൊക്കെ വരിക, അതുപോലെ എൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇളകിപ്പോകുന്ന മാതിരി അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെ മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് വാട്ടറും ഗ്ലിസറിനും യൂസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടായിരുന്നു എൻ്റെ ഫേസിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേന്ന്. അപ്പോൾ നമ്മുടെ കുറച്ചധികം പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമോന്ന്. സ്കിന്നിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഇടയിൽ കുറച്ചധികം പേര് തന്നെ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടെ ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി, കുറച്ചധികം നാൾ കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളുമെന്ന്. ഞാനൊരു 1 വീക്കോളം ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും കൂടെ ഈക്വൽ എമൗണ്ട് എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ടായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടുമായിരുന്നു ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടിരുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഇത് പറഞ്ഞപ്പം കുറച്ചധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ വെയിൽ കൊള്ളുന്ന സമയത്ത് ഗ്ലിസറിൻ ഫേസിൽ അപ്ലൈ ചെയ്യരുത്, സ്കിൻ നല്ല രീതിയിൽ ഡാർക്കായി പോവും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷെ ഞാൻ വെയിലത്തും കാര്യങ്ങളൊന്നും പോകത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ രാവിലെയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തായാലും രാവിലെ അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട, വെളിയിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഇടയിൽ കുറച്ചധികം പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമോന്ന്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതെങ്ങനെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന്. കാരണം ഷോർട്ട് വീഡിയോ ആകുമ്പോൾ ടൈം ലിമിറ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ലോങ് വീഡിയോ ആകുമ്പോഴത്തേക്കും നമുക്കത് പറ്റുമല്ലോ. ഫസ്റ്റിലത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. ഫേസിൽ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഫേസിൽ യാതൊരു അഴുക്കോ അതുപോലെ തന്നെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാനായിട്ട് പാടില്ല. ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. ഫേസ് വാഷ് ഉപയോഗിച്ചോ അതുപോലെ തന്നെ സോപ്പോ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഫേസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ടവൽ വെച്ചിട്ട് ഫേസിലുണ്ടായിരുന്ന ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് മാറ്റുക. 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലിസറിൻ എന്തുവാ, ഗ്ലിസറിൻ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗ്ലിസറിൻ. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് എവിടുന്നാണ് വാങ്ങുന്നതെന്ന് കുറച്ച് പേർക്ക് സംശയം കാണും. ഇത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 45 രൂപയുള്ളൂ. എല്ലാ മെഡിക്കൽ ഷോപ്പിലും കാണും ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഞാനിവിടെ എടുക്കുന്നത് ബഞ്ചാറാസിൻ്റെ ഈ ഒരു റോസ് വാട്ടറാണ്. കാരണം വേറെ റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ കുരുക്കളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, എന്തോ ചൊറിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബഞ്ചാറാസിൻ്റെ ഈ ഒരു റോസ് വാട്ടർ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ബ്രൈറ്റ് ആയ മാതിരിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു റോസ് വാട്ടർ ഉപയോഗിച്ചപ്പോഴത്തേക്കും. നിങ്ങൾക്ക് ഈ ഒരു റോസ് വാട്ടർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഇതിനകത്ത് ഇത്രയും പോർഷൻ മാത്രമേ റോസ് വാട്ടർ ഉള്ളൂ, ബാക്കി ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസറിനും. അപ്പോൾ ഇത് ഈക്വൽ എമൗണ്ട് ആയിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. കയ്യിൽ നിന്ന് ചെറുതായിട്ട് ഈ റോസ് വാട്ടർ താഴെ വീണിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിങ്ങനെ പതഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത്. ഫസ്റ്റ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് പോകുന്നത് ഗ്ലിസറിനാണ്. ഇത്രയും ഗ്ലിസറിനെ ഞാൻ തൽക്കാലം ഇതിനകത്തോട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും തന്നെ റോസ് വാട്ടർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്, അതിനുശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കാം. ഇതൊരു ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പത വരുന്നതിനായിട്ട് ആരും പേടിക്കേണ്ട, ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ആയിക്കോളും. ചെറുതായി അത് സെറ്റായിട്ട് വരുന്നതാണ്. ഇനി ഇത് ഫുൾ ഇങ്ങനെ ഈ ഒരു പതയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് സെറ്റായി വരും. ഇതിവിടെ സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. നിങ്ങളിത് ഫേസിൽ മേക്കപ്പും കാര്യങ്ങളൊന്നും വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നിൽക്കരുത്. ഫേസ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഫേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഒരു തുണി വെച്ചിട്ട് തുടച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ദേ ഫേസെല്ലാം നല്ല രീതിയിൽ കഴുകിയിട്ട് വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സംഭവം അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണ് നല്ല രീതിയിൽ ഒന്ന് അടച്ചിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ണിൻ്റെ ഇവിടുത്തെ മാത്രം ഒന്ന് തുടച്ച് കൊടുത്തിട്ടേ കണ്ണ് തുറക്കാവുള്ളൂ, ഇല്ലെങ്കിൽ കണ്ണ് നല്ല രീതിയിൽ നീറാനായിട്ട് ചാൻസ് ഉണ്ട്. നിങ്ങൾക്കിത് ഫേസിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് വേണമെങ്കിൽ കാറ്റൊക്കെ അടച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇത് ഇതുപോലെ തുടച്ച് കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് തുടച്ച് കൊടുക്കാം. മന്ന, അനശ്വര, ദേവു, സാധ്യ, പിന്നെ ലക്ഷ്മി ഇത്രയും പേര് വീഡിയോയിൽ ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ പറയാവേ. റോസ് വാട്ടർ നല്ലൊരു ടോണറാണ്, അതുപോലെ തന്നെ ഗ്ലിസറിൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗ്ലിസറിൻ്റെ റോസ് വാട്ടറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.